Audio Jungle. നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണാടിപ്പാറ കരിക്കനാംപാറ നിവാസികൾ മുട്ടം പോളിടെക്നിക്കിലേക്ക് മാർച്ച് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. CPI താലൂക്ക് സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞാർ ടൗണിൽ പൊതുസമ്മേളനം നടത്തി. CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ JCCന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. കേരള ഫീഡ്സ് ചെയർമാൻ K. ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും ബർസാറുമായിരുന്ന ഫാദർ പോൾ തരണിയലിന്റെ അനുസ്മരണാർത്ഥം പ്രഭാഷണം സംഘടിപ്പിച്ചു. അസ്ഥിരോഗ വിദഗ്ധനും ന്യൂമാൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ OT ജോർജ് പ്രഭാഷണം നടത്തി. EMS ഭവന പദ്ധതി ആനുകൂല്യം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഗുണഭോക്താക്കൾ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് സമരസമിതി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കണ്ണാടിപ്പാറ കരിക്കനാംപാറ നിവാസികൾ മുട്ടം പോളിടെക്നിക്കിലേക്ക് മാർച്ച് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. കണ്ണാടിപ്പാറ കരിക്കനാംപാറ കുടിവെള്ള പദ്ധതിക്കായി 40 ലക്ഷം രൂപ മുടക്കി പണി തുടങ്ങിയ പദ്ധതി തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. പോളിടെക്നിക് പ്രിൻസിപ്പൽ, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി എന്നിവരുടെ പരാതിയിന്മേലാണ് പണി തടഞ്ഞത്. മാർച്ച് പോളിടെക്നിക്കിന് മുന്നിൽ പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. പദ്ധതി തുടങ്ങുന്ന സ്ഥലം സംബന്ധിച്ച പ്രശ്നമാണ് തർക്കത്തിനിടയാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ NK ബിജു, വാർഡ് മെമ്പർ ഷേർലി അഗസ്റ്റിൻ, ബിനോയ് ജോൺ, K. രാജേഷ്, വിജു C. ശങ്കർ, ഷീല സന്തോഷ്, റാണി റോയി തുടങ്ങിയ മെമ്പർമാർ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കണ്ണാടിപ്പാറ നിവാസികളും മാർച്ചിൽ പങ്കെടുത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രിക്ക് നമ്മൾ നിവേദനം അർപ്പിക്കുകയും അദ്ദേഹം നമ്മൾക്ക് 40 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുടിവെള്ള പദ്ധതി നമ്മുടെ പോളിടെക്നിക് അധികാരികൾ തടഞ്ഞു വച്ചിരിക്കുന്നു. അതിനെ ഇന്നൊരു തീർപ്പ് കൽപ്പിക്കണമെന്നുള്ള ഒരു നിവേദനവുമായി ഞങ്ങൾ ഇവിടെ ഒരു ധർണ നടത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിനൊരു തീർപ്പ് കൽപ്പിക്കണമെന്ന് ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വഞ്ചനയുടെ 22 വർഷം നീതി തേടി ബാബറി എന്ന പ്രമേയത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. തൊടുപുഴ മുനിസിപ്പൽ മൈതാനത്ത് നടന്ന ധർണ താലൂക്ക് ഇമാം കൗൺസിൽ ചെയർമാൻ കടക്കൽ അബ്ദുൾ റഷീദ് മൗലവി ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 5 നൂറ്റാണ്ടുകളോളം, 5 നൂറ്റാണ്ടുകളെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലഘട്ടമല്ല, ഒരു 10 തലമുറകൾ കഴിഞ്ഞു കിടക്കുന്ന കാലഘട്ടമാണ് 5 നൂറ്റാണ്ടെന്ന് പറയുന്നത്. 10 തലമുറകൾ കഴിഞ്ഞു കിടക്കുന്ന ഒരു സുദീർഘമായ കാലയളവ് വരെ ഷഹാദത്ത് മുഴങ്ങുകയും ബാങ്കിൻ്റെ ധ്വനി മുഴങ്ങുകയും തക്ബീറിൻ്റെ ധ്വനികൾ മുഴങ്ങുകയും നമസ്കാരത്തിൻ്റെ ജമാഅത്തുകൾ തുടർച്ചയായി നിർലോഭം നടക്കുകയും ചെയ്തിരുന്ന പരിശുദ്ധ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട് മസ്ജിദ് എന്ന് നാം പറയുകയും വിളിക്കുകയും സംബോധന ചെയ്യുകയും ചെയ്യുന്ന ഭൂമിയിലെ ഏറ്റവും സവിശേഷ സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലും എണ്ണിപ്പറയപ്പെട്ട ഒരു പ്രദേശം. ബ്രിട്ടീഷുകാരായ ആളുകൾ വികലമായി എഴുതി പിടിപ്പിച്ച വെറും മോശമായ ചരിത്ര പശ്ചാത്തലങ്ങളെ മാത്രം കൈമുതലാക്കി അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ തോളോട് തോളുരുമി നിന്ന് ജീവനും ജീവിതവും ഈ രാജ്യത്തിനു വേണ്ടി ശത്രുക്കൾക്കെതിരെ കൊടുത്ത്
ഈ രാജ്യത്തിൻ്റെ ശേഷം വരുന്ന ജനങ്ങൾക്ക് പൂർണ്ണമായി. ജില്ലാ പ്രസിഡന്റ് കാഞ്ഞാർ അബ്ദുൾ റസാഖ് മൗലവി അധ്യക്ഷത വഹിച്ചു. ജലീൽ സഖാഫി പേരാമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് കുഞ്ഞ് മൗലവി അൽ ഖൗസരി, ഷിഹാബുദ്ദീൻ മൗലവി, ഇല്യാസ് മൗലവി ഇടവെട്ടി, മഹമ്മൂദ് മൗലവി കാഞ്ഞാർ, അൻസാരി മൗലവി അൽ ഖാസിമി തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷെറൈൻ ഓഫ് ഹോളി മേരിയിൽ മാതാവിന്റെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് ഞായറാഴ്ച കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് ഒലിയപ്പുറം കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. നമ്മൾ ഓരോരുത്തരും ഒരാൾ മാത്രം ഈ ലോകത്തിലുണ്ടെങ്കിൽ അതുപോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണ് പരിശുദ്ധ അമ്മ. നമ്മൾ കൊച്ചു മനുഷ്യരുകൊണ്ടല്ലേ ഒരാളെ സ്നേഹിക്കുമ്പോൾ സ്നേഹം വേറെ അർത്ഥം കിട്ടില്ല എന്നൊരു അസൂയൊക്കെ തോന്നുന്നത്. അത് വലുപ്പത്തിലുണ്ടായി കഴിയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കിഴക്കോട്ട് നോക്കി ഓരോരുത്തരും വീട്ടുപക്ഷത്ത് നോക്കുമ്പോൾ സൂര്യൻ നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് തോന്നും. നിങ്ങൾ നോക്കി ചിരിക്കുന്നതായിട്ട് തോന്നും. നിങ്ങളുടെ കൂരയുടെ പ്രവർത്തികൾ ഇറങ്ങിയാൽ മതി. ഓരോരുത്തർക്കും അതേ അനുഭവം ഉണ്ടാവും. ഇത്തിരി വലുതായി ഉയർന്നു നിൽക്കുന്ന അനുഭവം ഈ പരിശുദ്ധ അമ്മ ഈ സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ ഓരോരുത്തരും വീട്ടുപക്ഷത്ത് നിൽക്കുമ്പോൾ അവരെ തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് തോന്നും. അവരുടെ സ്നേഹം നമ്മളെ ആവരണം ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടും. ഈ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളാണ് നാളെ. അതിന് തൊട്ടടുത്ത തലേനാളത്തെ ആഘോഷമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഇംഗ്ലണ്ടിലെ ഒരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് വിസ്ലർ എന്ന കുറേ നാളിന് മുമ്പാണ്. മാതാവിനെ കുറിച്ച് വളരെ മനോഹരമായ പ്രസംഗം പറയുന്ന റേഡിയോ പ്രഭാഷകരുണ്ട്. CPI താലൂക്ക് സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞാർ ടൗണിൽ പൊതുസമ്മേളനം നടത്തി. CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മോഡി എന്ന് പറഞ്ഞാൽ ഒരു മോഡി തന്നെയല്ലേ? അങ്ങനെ ധരിച്ചത്. ആരാണ് മോഡി? മോഡി എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ട ഏറ്റവും വലിയ സ്വയം സേവകൻ. ആ മോഡി നമ്മുടെ രാജ്യത്ത് ഭരണാധികാരത്തിൽ വന്നപ്പം ജനങ്ങൾ പലരും പറഞ്ഞു മോഡി കൊള്ളാവുന്ന ആളാ. കാരണം എന്താ? മോഡി വലിയ ഭരണക്കാരനാ. അദ്ദേഹത്തിന് രാജ്യം ഭരിച്ച പാരമ്പര്യമുണ്ട്. അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആ മോഡിക്ക് ഈ രാജ്യത്തിൽ 31% വോട്ടാ കിട്ടിയത് BJPക്ക് എന്ന് പറഞ്ഞാൽ പോൾ ചെയ്ത ശതമാനം നിങ്ങൾക്കറിയാം. 63% ആളുകൾ ആ വോട്ട് രേഖപ്പെടുത്തിയ 63%-ത്തിലാണ് 31% കിട്ടിയിരിക്കുന്നു അവർക്ക് എന്ന് പറഞ്ഞാൽ 31 കഴിച്ചാൽ 69% ആളുകൾ വോട്ട് ചെയ്ത ആളുകൾ ഈ BJPക്കെതിരെ. എന്നിട്ട് ഭൂരിപക്ഷത്തിന്റെ പേരിൽ BJP രാജ്യം ഭരിക്കുന്നു. ആ BJP രാജ്യം ഭരിക്കുമ്പം ഇപ്പം നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ കുറേ ദിവസമായി പാർലമെന്റ് നടക്കുന്നില്ല. എന്താ കാരണം? ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിലെ ഒരു മന്ത്രി, ഒരു വനിതാ മന്ത്രിയാണ്. വനിതാ മന്ത്രി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം കേവലമായ പ്രസംഗമായിരുന്നു. ആ വനിതാ മന്ത്രി പറഞ്ഞു, ഈ രാജ്യത്ത് 2 തരക്കാരേ ഉള്ളൂ. ഒരു തരക്കാരെന്ന് പറയുന്നത് രാമന്റെ മക്കൾ, മറുവശക്കാരോ ജാരസന്തതികൾ. ഒന്നുകിൽ രാമസന്തതി അല്ലെങ്കിൽ ജാരസന്തതി. പറഞ്ഞ സ്ത്രീക്ക് രാമനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, രാമനെ പഠിച്ചൊന്നും എനിക്കറിയില്ല. എന്താ ജാരസന്തതികൾ? അത് പുതിയ വാക്കാണ്. ഈ വാക്ക് പഴയതിന്റെ തുടർച്ചയാണ്. TK ബഷീർ അധ്യക്ഷത വഹിച്ചു. ES ബിജിമോൾ MLA, K സലീം കുമാർ, മാത്യു വർഗീസ്, PP ജോയി, പുരുഷോത്തമൻ നായർ, ഗീത തുളസീധരൻ, സുനിൽ സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. CPI തൊടുപുഴ താലൂക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞാർ PM രാജപ്പൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ സ്വദേശ വിദേശ കുത്തകകളെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും രാജ്യത്തിന്റെ ദേശീയ സമ്പത്ത് ഈ കുത്തകകൾക്ക് അടിയറ വയ്ക്കുകയും ചെയ്യുന്ന നവലിബറൽ നയങ്ങളാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു ഉറപ്പുമില്ലാതെ വേഗത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഗീത തുളസീധരൻ, VR പ്രമോദ് എന്നിവർ പ്രസീഡിയമായിരുന്നു.
താലൂക്ക് സെക്രട്ടറി പി ജോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറിമാരായ മാത്യു വർഗീസ്, പി മുത്തുപാണ്ടി തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ സലീംകുമാർ സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞാർ ടൗണിൽ പതാക ഉയർത്തി. സുനിൽ സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. കാഞ്ഞാർ ട്രൈബൽ ജനമൈത്രിയുടെ ആഭിമുഖ്യത്തിൽ കൂവക്കണ്ടം സാംസ്കാരിക നിലയത്തിൽ വെച്ച് കുടുംബശ്രീ അംഗങ്ങൾക്കായി നിയമ ബോധവൽക്കരണ ക്യാമ്പ് നടത്തി. S. മഹേഷ് ക്ലാസ് നയിച്ചു. ജനമൈത്രി CRO TR രാജൻ ആമുഖ പ്രഭാഷണം നടത്തി. ആൽക്കഹോളിക് അനോണിമസ് ജില്ലാ ചെയർമാൻ K. അനിൽ മദ്യാസക്തിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ യമുന പ്രദീപ്, പഞ്ചായത്ത് മെമ്പർ അജിത ബാബു എന്നിവർ പ്രസംഗിച്ചു. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി പണികഴിപ്പിച്ച ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പ് കർമ്മം സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിത്തുരുത്തിൽ നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ UK സ്റ്റീഫൻ, ഹെഡ്മാസ്റ്റർ ജോസ് M. ഇടശ്ശേരി, ട്രസ്റ്റിമാരായ ജോസ് ചേന്നാക്കുഴി, സണ്ണി കൂട്ടക്കല്ലുങ്കൽ, PTA പ്രസിഡന്റ് റജി P. തോമസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ ദേവാലയങ്ങളിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിർമ്മിച്ചു നൽകിയ പ്രശസ്ത ശില്പി അടിമാലി പണിക്കൻകുടി ജിജോ പോട്ടയിൽ നിർമ്മിച്ച പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുസ്വരൂപവും ശില്പങ്ങളുമാണ് ഗ്രോട്ടോയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഗ്രോട്ടോ വെഞ്ചരിക്കുന്നത് തികച്ചും അർത്ഥപൂർണമാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഓരോരുത്തരും ഈ സ്കൂളിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മയെ ഓർത്തുകൊണ്ട് നമ്മുടെ പഠനം ആരംഭിക്കുന്നത് ഏറെ അർത്ഥപൂർണമാണ്. കാരണം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ആ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് വിജയത്തിലേക്ക് എത്തിയ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. നിങ്ങൾ ഈ സ്കൂളിലെത്തുമ്പോൾ നിങ്ങളുടെ പഠനത്തെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ആ അമ്മയുടെ അടുത്ത് വന്ന് നിങ്ങളുടെ പ്രതിസന്ധികളിൽ ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ മധ്യസ്ഥം വഹിക്കണമേ എന്ന് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ഒരു അനുഭവമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. തൊടുപുഴ JCCന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ ചേർന്ന യോഗത്തിൽ കേരള ഫീഡ്സ് ചെയർമാൻ K. ഫ്രാൻസിസ് ജോർജ് ex-MP മുഖ്യാതിഥിയായിരുന്നു. മുൻ സോൺ പ്രസിഡന്റ് പ്രൊഫസർ സാംസൺ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനകളുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പ്രവർത്തിക്കാനുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ളത് ഈ പ്രസ്ഥാനം വളരെയേറെ പ്രാധാന്യമുണ്ട് ഞാൻ എടുത്തു പറയുന്നത്. എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചുകൂടെ പറഞ്ഞു. ചെറുപ്പക്കാർക്ക് നേതൃത്വപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും ബിസിനസ് രംഗത്ത് അവർക്ക് പുതിയ ആശയങ്ങൾ പകർന്നു കൊടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവന രംഗത്തൊക്കെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനെല്ലാമുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് ഈ JCC എന്ന സംഘടന ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം ശ്രീ രാജേഷിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളുടെ വായിച്ചു. സോൺ വൈസ് പ്രസിഡന്റ് പ്രയാഗ് ഗോപി, സോൺ ഡയറക്ടർ CS അജ്മൽ, JC റെഡ് വിംഗ് സോൺ ഡയറക്ടർ സ്മിത ഹരീഷ്, ജൂനിയർ JC വിംഗ് സോൺ ഡയറക്ടർ സുജ മനോജ്, B രാജേഷ്, റിൻഡു രാജ്, കിരൺ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രസിഡന്റായി ഡാനി എബ്രഹാം, IPP B രാജേഷ്, സെക്രട്ടറിയായി കെവിൻ മാത്യു, വൈസ് പ്രസിഡന്റുമാരായി റിൻഡു രാജ്, റെജിമോൻ ജേക്കബ്, KV മുരളീധരൻ, അഡ്വക്കേറ്റ് N വിജയമോഹൻ, സാജു ഫ്രാൻസിസ് എന്നിവരെയും മറ്റു ഭാരവാഹികളായി മാത്യൂസ്, ജോബി തോമസ്, ആൽബർട്ട് വാരിക്കാട്ട്, ജിജോ കുര്യൻ, രശ്മി റിൻഡു, ജോസഫ് ജെയിംസ്, തോമസ് ടിനി, സന്ദീപ് തോമസ്, ജൂബി ഐസക്, ജോൺസൺ തോമസ്, വിമൽ ജോയി, പോൾസൺ സേവിയർ, രൂപേഷ് ജോസ്, സുനിൽ തൈക്കാട്ട്, എബിൻ ജോസ്, ബാലു ജോഡി, സച്ചിൻ തോമസ് എന്നിവരെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. അറക്കുളം നെറ്റിക്കാട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്ന 10ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത അവഭൃത സ്നാനവും ഘോഷയാത്രയോടും കൂടിയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചത്.